നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. നമ്മൾ കാണുന്ന ചാർട്ട് NTPCയുടേതാണ്. NTPCയുടെ ഓർഡർ ബ്ലോക്ക് രണ്ട് സൈഡിലേക്കും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. നമുക്കിന്ന് എടുക്കേണ്ട ട്രേഡ് ഡൗൺ ട്രെൻഡാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അപ്പർ സൈഡിൽ നമ്മൾ അലർട്ടും വെച്ചിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓരോ സ്റ്റോക്കിലും ഇതുപോലെ നമ്മൾ അലർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഡൗൺ ട്രെൻഡ് മാത്രമേ നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ എല്ലാത്തിൻ്റെയും പ്രീ ഓപ്പണിൽ കാണിക്കുന്ന പ്രൈസ് വെച്ചിട്ട് ഡൗൺ ട്രെൻഡ് അല്ല, ഫസ്റ്റ് തന്നെ താഴത്തെ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത പല സ്റ്റോക്കുകളും കാണിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ആ സൈഡിലേക്ക് ഹിറ്റ് ചെയ്താൽ എൻട്രി എടുക്കണ്ട എന്ന തീരുമാനത്തിലാണ്. ഡൗൺ ട്രെൻഡ് മാത്രമേ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിലൊക്കെ നമ്മൾ അലർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തതിലൊന്നും നമ്മൾ അലർട്ട് സെറ്റ് ചെയ്തിട്ടുമില്ല. ഇതാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്ന ഓരോ സ്റ്റോക്കിൻ്റെയും ഓർഡർ ബ്ലോക്കുകൾ. അതിനനുസരിച്ച് നമ്മൾ അലർട്ടും സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണോ സാഹചര്യം അത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് എൻട്രി എടുത്ത് തുടങ്ങാം. NTPCയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഓർഡർ കിട്ടാനുള്ളൊരു സാധ്യത നമുക്ക് തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, 335.10 അതിൻ്റെ പ്രീ ഓപ്പൺ മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് 335.10. അതായത് ഇവിടെ നിന്നും നമുക്ക് ഓർഡർ ബ്ലോക്കിലേക്ക് അധിക ദൂരമില്ല എന്നുള്ളത് കൊണ്ട് അതാദ്യം ഓടി അങ്ങോട്ടേക്ക് എത്തിയേക്കാം എന്നൊരു തോന്നലാണ് നമുക്കുള്ളത്. 0.5% ചേഞ്ച് അങ്ങോട്ടേക്കുള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനി 1 മിനിറ്റ് കൂടെ ഉള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിനി നോക്കാം. നമ്മളെന്തായാലും ഈ പ്രൈസിൽ ഓർഡർ ഇട്ട് വെക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. നമുക്ക് അവിടുന്ന് സെല്ലാണ് ചെയ്യേണ്ടത്, ലിമിറ്റ് ഓർഡറാണ് ചെയ്യേണ്ടത്. സെല്ല് ലിമിറ്റ് 43 എണ്ണമാണ് നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓർഡർ അങ്ങോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മാർക്കറ്റ് പക്ഷേ താഴത്തേക്ക് പുഷ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നല്ല ചേഞ്ച് താഴത്തേക്കാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 1% നിയർലി ചേഞ്ച് താഴത്തേക്കുണ്ട്. നമുക്കെന്തായാലും ഇതൊന്ന് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ചെയ്ത് ബൈയിങ് പൊസിഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. മാർക്കറ്റ് ഇത് നമ്മളെ കൊണ്ട് എടുപ്പിക്കുകയാണ്. ഇത് ശരിയാകുമോ തെറ്റാകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ സെല്ലാണ് ചെയ്യാനിരുന്നത്. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് എന്നൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ വെച്ച് തീരുമാനം ഒന്ന് മാറ്റുകയാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നെനിക്കറിയത്തില്ല. എന്നിരുന്നാലും നമ്മൾ ആ ഓർഡർ അവിടെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി കിട്ടും. ലിമിറ്റ് ഓർഡറിൽ ആ ഓർഡർ ബ്ലോക്കിൽ നമ്മളവിടെ ബൈയിങ് പൊസിഷൻ ഇപ്പോൾ ക്ലിയർ ആവും. നമുക്ക് 332 എൻട്രി വെച്ചിരിക്കുന്നത്. പ്രൈസ് 332 ഒരു തവണ ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ ട്രിഗർ ആയിട്ടില്ല. യെസ്, നമുക്കിപ്പോൾ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ 332 പ്രൈസിലാണ് നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. 32 നിന്ന് 0.5% സ്റ്റോപ്പ് ലോസ്. 0.5% സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം 330, 35 നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം.
330, 35. നമ്മൾ ബൈ ആണ് ചെയ്തേക്കുന്നത്. സെല്ല് സ്റ്റോപ്പ്. ക്വാണ്ടിറ്റി നമ്മൾ മൊത്തം 44 എണ്ണമാണ്. അപ്പോൾ 44 ക്വാണ്ടിറ്റി നമ്മൾ അവിടെ സെല്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സെല്ല് ഓർഡറും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ടാർഗറ്റാണ്. ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് അങ്ങോട്ടേക്ക് നമുക്കുള്ളത് 1:3% ആണ്. എന്തായാലും അത് തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണ്. $336.85 നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുവാണ്. നമ്മൾ ബൈ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് സെല്ലാണ് നമുക്കവിടെ ചെയ്യേണ്ടത്. ലിമിറ്റ് സെല്ല് ഇവിടുന്ന് ബൈ ചെയ്തു. ഇവിടെ നമുക്ക് ലിമിറ്റിൽ സെല്ല് ചെയ്യണം. നമുക്ക് ചെയ്യേണ്ട ക്വാണ്ടിറ്റി 44 ആണ്. 44 ക്വാണ്ടിറ്റി നമ്മൾ അവിടെ എത്തിയാൽ സെല്ല് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മളിവിടെ ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളങ്ങനെ നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തു. അതിനുശേഷം ഇത് 1:1 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു, 1:2 മാർക്ക് ചെയ്ത് വെച്ചു. നമ്മുടെ ടാർഗറ്റ് നിയർലി 1:3 ഉള്ളത്. ഇനി അത് ഏതിലേക്കെങ്കിലും മാർക്കറ്റ് വരണം. ഇവിടെ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റിലൊരു റിജക്ഷൻ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് എങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ബാക്കി ഓർഡർ കിട്ടാത്തവർക്കും കൂടെ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് തന്നെ വീണ്ടും പോയേക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ പണ്ട് പലപ്പോഴും പറയാറുള്ളൊരു തിയറി ഉണ്ട്. ഫസ്റ്റ് 1 മിനിറ്റ്, അതായത് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഫസ്റ്റ് 1 മിനിറ്റ് ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനുള്ളൊരു സാധ്യത. ഇതിപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റിൽ താഴത്തേക്കാണ് മൂവ് ചെയ്തേക്കുന്നത്. അതായത് ഈ ക്യാൻഡിൽ ഒരു പച്ച ക്യാൻഡിലായിട്ട് അങ്ങനെയാണെങ്കിൽ അവസാനിക്കാനുള്ള സാധ്യത ഒരു 90% നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാം ഏകദേശം നമ്മൾ പറഞ്ഞ തിയറി കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാൻഡിൽ ഓൾറെഡി ഗ്രീനായി മാറിയിട്ടുണ്ട്. 1:1 തൊട്ടടുത്തേക്ക് ക്യാൻഡിൽ എത്തുന്നുണ്ട്. വോളിയം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുവാണ്. ഫസ്റ്റ് ക്യാൻഡിലിൽ അത്ര വലിയ വോളിയം അല്ല വന്നേക്കുന്നത്. നമുക്കിവിടെ കാണാം 212K വോളിയമാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ക്യാൻഡിലുകളിൽ വന്ന അത്രയും വോളിയം തന്നെ വന്നിട്ടുള്ളൂ. എന്തായാലും സമയമെടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം 1:1 അത് ക്രോസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ക്യാൻഡിൽ എന്തായാലും ഗ്രീനായിട്ട് അവസാനിക്കും എന്ന അതിനുള്ള സമയമുള്ളൂ. ഇനി 22 സെക്കൻഡ് കൊണ്ട് ആ ക്യാൻഡിൽ അവസാനിക്കണം. അപ്പോൾ എന്തായാലും നല്ലൊരു ഗ്രീൻ ക്യാൻഡിലായിരിക്കാം നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് നമ്മൾ ഇത്രയും കാലം മാർക്കറ്റിനെ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് 90% സാധ്യതകൾ നമ്മൾ പറയുന്നത് പോലെ തന്നെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ മാർക്കറ്റ് 1:2 ടച്ച് ചെയ്യട്ടെ. നിഫ്റ്റി ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ മുകളിലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, താഴത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇതിന് രണ്ടിനും നടുക്കായിട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ അപ്സൈഡിൽ തന്നെ അത് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ്. ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം അത് മുകളിലേക്കൊരു ബ്രേക്ക് തന്ന് ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഒരു മൂവ് നടത്തിയാലാണ് നമ്മളുടെ സ്റ്റോക്ക് നമ്മളിന്ന് എടുത്തേക്കുന്ന എൻട്രി കറക്റ്റ് ആവാനുള്ള സാധ്യത. സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണ് ഉള്ളത്. 1:1 നമ്മൾ പ്രോഫിറ്റിലുണ്ട്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്താൽ സ്വാഭാവികമായും മുകളിലെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് തന്നെ ഇന്ന് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 50 ഇവിടെ നല്ലൊരു ഫോളാണ് കാണിക്കുന്നത്. ഇൻഡെക്സ് നന്നായിട്ട് വീഴുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് വരുമ്പോൾ അത് ഡേ ലോ ടെസ്റ്റ് ചെയ്ത് വീണ്ടും സപ്പോർട്ട് എടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഓർഡർ ബ്ലോക്ക് ഉണ്ട്.
നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആ ഓർഡർ ബ്ലോക്കിന് താഴെയുള്ളത് ഇവിടെയാണ്. മുകളിൽ അത് ഹിറ്റ് ചെയ്തു എന്ന് കണക്ക് കൂട്ടിയാൽ ഇനി താഴത്ത് വന്ന് ടച്ച് ചെയ്തേക്കാം. നമ്മളുടേത് ഇവിടെ താഴത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ പോയി ഹിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്കെന്തായാലും അത് സംഭവിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് സംഭവിച്ചാലേ നമുക്കിന്ന് പ്രോഫിറ്റ് ഉള്ളൂ. ഓർഡർ ബ്ലോക്കിൽ നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പ്രൈസ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 1 ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വോളിയം കയറി വന്നു. അവിടെ ആക്ച്വലി റെഡ് ക്യാൻഡിലാണ് നമ്മൾ കാണുന്നതെങ്കിലും ആക്ച്വലി അവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യത ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്തെത്തിയപ്പോൾ ബൈയിങ് നല്ല രീതിയിൽ അവിടെ നടന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇൻഡെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഫോള് തന്നിട്ട് ഇൻഡെക്സും അവിടെ സപ്പോർട്ട് എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും താഴത്തേക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് എന്ത് ചെയ്യും എന്നതാണ് നമുക്കറിയേണ്ടത്. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പ്രൈസ് പോയിന്റുകളുടെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ എടുത്തു വെച്ചേക്കുന്ന NTPCയുടെ സെറോദ കൈറ്റിലെ ഡോമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡർ എവിടെയൊക്കെയാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബൈയിങ് സൈഡ് നമ്മൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 332 173 ആൾക്കാരവിടെ ഓർഡർ ഇട്ടിട്ടുണ്ട്. അതിലൂടെ ടോട്ടൽ വന്നേക്കുന്ന 25,000 ക്വാണ്ടിറ്റി 22,000 ക്വാണ്ടിറ്റിയൊക്കെയാണ് അതിൽ. ഏകദേശം ഒരു 25,000 ക്വാണ്ടിറ്റിക്ക് അടുത്ത് അവിടെ ഓർഡർ കിടപ്പുണ്ട്. ഒപ്പം തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ 25,000 ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് ഈ കൂട്ടത്തിലെ ഹയസ്റ്റ് ക്വാണ്ടിറ്റി ആയിട്ട് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് 30,000 മാറിയിട്ടുണ്ട്. അതായത് മാർക്കറ്റ് എപ്പോഴൊക്കെ ഈ ഓർഡർ ബ്ലോക്ക് വന്ന് ഹിറ്റ് ചെയ്യുമോ അപ്പോഴൊക്കെ ഹ്യൂജ് ബൈയിങ് നടക്കും എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇവിടെ ഹ്യൂജ് ബൈയിങ് നടക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറേണ്ടതുമാണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് നോക്കി കഴിയുമ്പോൾ ബൈയിങ് സൈഡ് 9 ലക്ഷവും സെല്ലിംഗ് സൈഡ് 8,92,000 ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയാം. ഇനി സെല്ലിംഗ് സൈഡിൽ ഏറ്റവും കൂടുതൽ വോളിയം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഏതിലാണ്? ഇവിടെയും നമുക്കൊരു 23,000 26,000 ഓർഡേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അത് 333 35 എന്താണ് 333 35ൻ്റെ പ്രത്യേകത? അത് ഏകദേശം 1:1 എബോവ് ഇവിടെയാണ് 1:1. അപ്പോൾ അതിന് മുകളിൽ 333 35 ഏകദേശം ഈ ഒരു പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സെല്ല് ചെയ്യാൻ നല്ലപോലെ ആൾക്കാരുണ്ട്. അതായത് നമുക്കിവിടെ കാണാം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ, ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 333.60. അപ്പോൾ ഈ ഒരു റീജിയൻ തൊട്ട് ആൾക്കാർ സെല്ല് ചെയ്ത് തുടങ്ങും. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ കൂടിയ വിലയ്ക്ക് ആൾക്കാർ അവിടെ വിൽക്കാൻ തയ്യാറാണ്. സോ ദാറ്റ് അത്രയും ഓർഡർ അവിടെ കിടക്കുമ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് പോകും. ഇനി നല്ലൊരു ഓർഡർ താഴത്ത് കിടപ്പുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി താഴത്തേക്കും പോകും. അപ്പം 32 ചെന്ന് കഴിഞ്ഞാൽ ഹ്യൂജ് ഓർഡർ ഇവിടെ ട്രിഗറാകും. 33 35 ആ ഒരു റേഞ്ചിൽ മുകളിലേക്കും ഓർഡർ ട്രിഗറാകും. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നല്ലൊരു മൂവ് നടത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പ്രൈസ് നമ്മൾ ആ പറഞ്ഞ പോലെ 333 35 ആ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു മൂവ് അങ്ങോട്ടേക്ക് നമുക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോം ഒന്നും കൂടെ നോക്കാം. നെക്സ്റ്റ് ലെവൽ ഓഫ് ഹയർ ഓർഡേഴ്സ് എവിടെയാണ് കിടക്കുന്നത്, ബൈയിങ് സൈഡാണെങ്കിലും സെല്ലിങ് സൈഡാണെങ്കിലും അതും കൂടെ ഒന്ന് നോക്കി പോകുമ്പോൾ നമുക്കിതിനകത്തെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കളികളും കൂടെ കുറച്ച് നമുക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു 333 35 എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങളിപ്പോൾ നോക്കുക, ഈ ക്യാൻഡലിൻ്റെ ഹൈ നോക്കുക 333 35 അത് ഓൾറെഡി ക്ലിയറായി. അത് ക്ലിയറായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹ്യൂജ് ഓർഡേഴ്സ് എവിടെയാണ് കിടക്കുന്നതെന്നാണ് പിന്നെ മാർക്കറ്റ് നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 22,000 ഓർഡേഴ്സ് നമുക്ക് ഏകദേശം ഒരു 333 75 ആ റീജിയൺ 333 80 ആ സ്ഥലങ്ങളിലുണ്ട്.
പിന്നെ അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഒരു മൂവ് അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നടത്താവുന്നതാണ്. അപ്പോൾ 333.80 എന്നൊക്കെ പറയുമ്പോൾ ഒരു 34 കൂട്ടിക്കോ. ഇതിനെ ക്ലിയർ ചെയ്ത് മാർക്കറ്റ് അങ്ങ് പോയേക്കാം. ഇനി ഇവിടെയൊക്കെ നമുക്ക് ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ കാണാം 333.60 അപ്പോൾ അവിടെയൊക്കെ ചെന്ന കുറേ സ്റ്റോപ്പ് ലോസ് ഓർഡറുകളും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഗ്രീൻ ക്യാൻഡലിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ 333.80 അപ്പോൾ അവിടെയൊക്കെ കുറേ ആൾക്കാർ സെല്ല് ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസുകളുണ്ടാകും. അതൊക്കെ ബൈ ഓർഡറായി മാറും. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്കൊരു മൂവ് നടത്താനുള്ള സാധ്യതയുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നിഫ്റ്റി 50 ഇൻഡെക്സും ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്ന് നമുക്ക് തോന്നിക്കുകയാണ് കേട്ടോ. പ്രൈസ് ഹ്യൂജ് ഓർഡറുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പ്രീവിയസ് ക്യാൻഡലിനേക്കാൾ കൂടുതൽ വോളിയം നമുക്ക് ഓൾറെഡി ഈ ക്യാൻഡലിൽ വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം തന്നെ പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 334 ഹ്യൂജ് ഓർഡർ കിടപ്പുണ്ട്. അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുമോ ഇല്ലയോ നമുക്കത് നോക്കി പോകാം. മാർക്കറ്റ് മൂവ് ആ ഏരിയയും മാർക്കറ്റ് ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. 334 ഓർഡറുകൾ അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം, വളരെ കുറച്ച് ഓർഡർ ഇനി അവിടെ ഉള്ളൂ. ഇനി വലിയ ഓർഡർ നമുക്ക് കാണാൻ പറ്റുന്ന 24,000-ഓളം ഓർഡർ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 26,000 അത് 334 50 ആ റേഞ്ചിനോടടുത്ത്. ഇവിടെ ഇപ്പോൾ സെല്ല് ചെയ്തിരുന്ന ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലൊക്കെ വെച്ചിരുന്ന എല്ലാ സ്റ്റോപ്പ് ലോസുകളും മാർക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി 334.55 കൂടിയാണ് വലിയൊരു ഓർഡർ നമ്മൾ കാണുന്നത്. ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി അങ്ങോട്ടേക്കാണ് പോവേണ്ടത്. ഇതിൻ്റെ ഹൈ വന്നേക്കുന്നത് 334.10 ഈ ക്യാൻഡലിൻ്റെ ഹൈ വന്നിരിക്കുന്നത്. വോളിയം നല്ലപോലെ എന്തായാലും വരുന്നുണ്ട്. പ്രീവിയസ് ക്യാൻഡലിലെ വോളിയം ഉണ്ടായിരുന്നത് 79K ആണ്. അത് ഈ ക്യാൻഡലിലേക്ക് വന്നപ്പോൾ 76K ഓൾറെഡി വന്നിട്ടുണ്ട്. സമയം ഇനിയുണ്ട്. മാർക്കറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ BPCLൻ്റെ ചാർട്ട് നോക്കിയാൽ നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഓർഡർ ബ്ലോക്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വന്ന് ഹിറ്റ് ചെയ്തു. അവിടുന്ന് നമ്മൾ എൻട്രി എടുത്താലും നമുക്കിവിടെ നോക്കാം 0.5% സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് ട്രിഗർ ആകത്തില്ല. അവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോയേക്കുന്ന ഹൈ വരെ തന്നെ 1:2 അത് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:3.8 ആണ്. അതിന്ന് ഹിറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ അതും കൂടെ ഇടയ്ക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് ഓൾറെഡി ഈ ക്യാൻഡലിൻ്റെ ഹൈ 334.30 ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻഡിൽ 1:1 മുകളിൽ ക്ലോസിങ് തരാൻ പോവുകയാണ്. നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നന്നായി വർക്ക് ചെയ്യുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഓർഡർ ബ്ലോക്ക് ബജാജ് ആട്ടോയുടെ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റ് 1:2 ടച്ച് ചെയ്യുവാണ്. ഓക്കെ, ഭാരതി എയർടെൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടുന്ന് റിവേഴ്സായി. അത് 1:2.5 ഓൾറെഡി അച്ചീവ് ചെയ്തു. ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് തിരികെ മുകളിലേക്ക് കയറുവാണ്. സിപ്ല നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്ത് ഓർഡർ ബ്ലോക്കിൽ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്താൽ 1:2 മാർക്കറ്റ് എത്തുവാണ്. നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് വെക്കുകയാണെങ്കിൽ 1:2.5 അബോ അവിടെ കിട്ടേണ്ടതാണ്. ഇനി SBI ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SBI ലൈഫ് ഓൾറെഡി മുകളിൽ വന്ന് ഹിറ്റ് ചെയ്ത് ഓർഡർ ബ്ലോക്കിൽ അവിടെ നമ്മൾ എൻട്രി എടുത്താൽ താഴത്തേക്ക് ടാർഗറ്റും ഹിറ്റ് ചെയ്തു. 1:2.3 അത് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈ ഒരു മെത്തേഡ് നമുക്ക് കംഫർട്ടബിളി ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് 1:1 മുകളിലാണ്. നമ്മുടെ ഓർഡർ ബ്ലോക്കുകളിനെ ഹൈ ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 33.65 ഹ്യൂജ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പർ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ 20,000 മുകളിലൊരു 334-35 ഓർഡേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ആ രണ്ട് പ്രൈസിനും ഇടയ്ക്കായിരിക്കും ഈ ക്യാൻഡിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യത. നമുക്ക് വെയിറ്റ് ചെയ്യാം. ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി എങ്ങനെ ട്രേഡ് ചെയ്യാം അതിനെപ്പറ്റി
നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം ലൈവായിട്ട് നമുക്കിവിടെ കാണിക്കാനുണ്ട്. അതിതാണ്. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. 9:35 ക്യാൻഡിൽ. അതിന് ശേഷം നെക്സ്റ്റ് 3 ക്യാൻഡിൽസ് നല്ല രീതിയിൽ മുകളിലേക്കാണ് ക്ലോസിങ് തന്നേക്കുന്നത്. ഈ ക്യാൻഡിലിന് ശേഷം നല്ലൊരു ഗ്യാപ്പ് തേർഡ് ക്യാൻഡിലുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ വന്നേക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ ക്യാൻഡിലിൻ്റെ ടോപ്പിലേക്ക് വന്ന് ഈ റെഡ് ക്യാൻഡിൽ ടച്ച് ചെയ്ത് റിവേഴ്സ് ആവുകയാണ്. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ ഇന്നത്തെ ദിവസം വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴൊക്കെ മുകളിലേക്കൊരു ബൈയിങ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറും. അങ്ങനെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് നെക്സ്റ്റ് മുകളിലുള്ള ഓർഡർ ബ്ലോക്ക് വരെ നമുക്കിനി ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ലൈവ്, അതായത് ഇന്നത്തെ ദിവസം നമുക്ക് പ്രീവിയസ് ഡേ മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്കുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വന്നത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കത് കൺഫേം ആവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇനി മാർക്കറ്റ് എപ്പോഴാണോ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു ബൈ ഓർഡർ എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ അഡ്വാൻസ് ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഓർഡർ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. 0.5% നമുക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് താഴത്തേക്ക് വെക്കാം. 0.5% എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേ ലോയുടെ താഴത്ത് വരുന്നുണ്ട്. പ്ലസ് ഇവിടെ നിന്ന് 1% ടാർഗറ്റ്. അപ്പോൾ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1% എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേ ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് 1% ടാർഗറ്റും വെക്കാവുന്നതാണ്. അപ്പോൾ 1:2 ഇവിടെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ക്യാൻഡിൽ ഏകദേശം ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനിയും ക്ലിയർ ആകാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ കമൻറ്റായിട്ടോ ഇനി കമൻറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ അതൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. 1:1 മുകളിൽ തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു ക്യാൻഡിൽ വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലായി മാറിയിട്ടുണ്ട്. 35 ഇനി ഹ്യൂജ് ഓർഡേഴ്സ് കിടപ്പുണ്ട്. സെല്ലിംഗ് ഓർഡേഴ്സാണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ ടാർഗറ്റ് 1:2 ടച്ച് ചെയ്യും. അതിന് ശേഷം നമുക്കിവിടെ 1:3 ആണ് നമ്മൾ ഏകദേശം 1:3 എടുത്ത് വെച്ചിട്ടുണ്ട് ടാർഗറ്റ്. അതിലേക്ക് മാർക്കറ്റ് ഇന്ന് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഡെക്സ് ഈ സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് താഴത്തേക്ക് പോയി ഇവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും വന്ന് നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ കാലത്തെ പറഞ്ഞ പോലെ മുകളിലേക്ക് പോയി ഇവിടെ ഒരു റീടെസ്റ്റ് തന്ന് ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം നിഫ്റ്റി 50-ൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ 1:2 ഇപ്പോൾ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ക്യാൻഡിലിൽ നമുക്കിവിടെ ഹ്യൂജ് വോളിയം വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പ്രീവിയസ് ക്യാൻഡിൽ ആ റെഡ് ക്യാൻഡിൽ നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്തു. ഒത്തിരി ആൾക്കാരെ സെല്ലിംഗ് സൈഡിലേക്ക് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസും ഇവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതാണ് ആ ക്യാൻഡിലിൻ്റെ ഇരട്ടിയിലധികം വോളിയം. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടിയോളം വോളിയം ഈ ക്യാൻഡിലിൽ വന്നിട്ടുണ്ട്. 35 അത് ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ ഇനി അവിടെ അധികം റെസിസ്റ്റൻസ് നമ്മൾ ഓർഡർ ഡോമിൽ കാണുന്നില്ല. നെക്സ്റ്റ് ലെവല് ഒരു 20,000 ഓർഡർ കിടക്കുന്ന 335-35 അത് നമ്മളുടെ 1:2 ആണ്. അതധികം താമസിയാതെ തന്നെ ഹിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ക്യാൻഡിലും നമ്മളിവിടെ കാണാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ താഴത്തേക്കൊന്ന് പുഷ് ചെയ്തു. എന്നിട്ട് നല്ല വോളിയവും ആ ക്യാൻഡിൽ വന്നു. ഇനി നമ്മളുടെ ടാർഗറ്റായിട്ടുള്ള 335-30 ഈ വരുന്ന ക്യാൻഡിലിൽ ക്ലിയർ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളുടെ 1:2 റിസ്ക് റിവാർഡ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹ്യൂജ് ഓർഡർ കിടക്കുന്നത് ഏത് സൈഡിലേക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡോമിൽ ഒരു 23,000 ഓർഡർ 335-55 അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകാൻ സാധ്യത തോന്നുന്നുണ്ട്.
പിന്നെ ബൈയിങ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ 20,000 കിടക്കുന്നത് 334, 35 ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു വരേണ്ട കാര്യമുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല, മാർക്കറ്റാണ്, എന്തും ചെയ്യാം. എന്തായാലും നല്ല വോളിയം അവിടെ വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡിൽ വോളിയം വരുന്നത് 101K ആണ്. ഈ ക്യാൻഡിലിൽ വോളിയം വന്നേക്കുന്നത് 90K ആണ്. ഒപ്പം ഇനി 1 മിനിറ്റും കൂടെ സമയം അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ നിഫ്റ്റി 50 ആണെങ്കിൽ ഇൻഡെക്സ് അത് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് ചെറിയൊരു റിവേഴ്സൽ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. അത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകണം എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് നമ്മളുടെ 1:2 മുകളിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡോമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡേ ഹൈ വോളിയം വന്നേക്കുന്നത് 24,000 വോളിയം 336, 25 ആ ഒരു റേഞ്ചിലുണ്ട്. 336, 30. അപ്പോൾ അതങ്ങ് ക്ലിയർ ചെയ്ത് പോവും. അതായത് ഡേ ഹൈ ഇന്നിപ്പോൾ ബ്രേക്ക് നടക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ടാർഗറ്റിലേക്ക് വലിയ ദൂരമില്ല. സോ ദാറ്റ് നമ്മൾ നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 1:2 അങ്ങനെയാണെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ നമ്മൾ വെക്കുന്നുണ്ടാവും. പിന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് 1:2 അല്ലെങ്കിൽ 3 ഇത് ഏതെങ്കിലും കിട്ടണം. അപ്പോൾ ഡേ ഹൈ വരുന്നത് 335, 90. ഈ ക്യാൻഡലിൻ്റെ ഹൈ വന്നിട്ടുള്ളത് 335, 95. സോ ദാറ്റ് നമുക്ക് നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസ് 1:2 ട്രയൽ ചെയ്യാവുന്നതാണ്. നമ്മളതങ്ങനെ ട്രയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോഫിറ്റ് തന്നെയാണ്. അതിപ്പോൾ ടാർഗറ്റ് ആവാം, ട്രയൽ സ്റ്റോപ്പ് ലോസ് ആവാം. വോളിയം ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ക്യാൻഡലിനെ അപേക്ഷിച്ച് 110K ഉണ്ടായിരുന്നു. ഈ ക്യാൻഡലിൽ വന്നിട്ട് 85K വോളിയമേ ആയിട്ടുള്ളൂ. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി പോന്നാലും നമുക്ക് കുഴപ്പമില്ല. 1:2 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് നോക്കാം. ഈ ക്യാൻഡലിൻ്റെ ഹൈ വന്നിരിക്കുന്നത് 336.45. ക്യാൻഡിൽ ക്ലോസിങ്ങിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുന്നു. 336.50 എത്തിയിട്ടുണ്ട്. 55, 60, 85 നമ്മളുടെ ഓർഡർ കിടക്കുന്നത്. അങ്ങോട്ടേക്ക് വോളിയം ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ ചെറിയൊരു സ്വിംഗ് നടത്തിയാൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ക്യാൻഡിലും നമ്മളുടെ തിയറി അനുസരിച്ചിട്ട് ഏകദേശം ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് അവസാനിക്കേണ്ടതാണ്. ഫസ്റ്റ് 1 മിനിറ്റ് ഡൗൺ സൈഡാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 നമ്മൾ പറഞ്ഞതുപോലെ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. അത് മിക്കവാറും ക്രോസ് ചെയ്ത് തന്നെ അവിടെ ഒരു റീടെസ്റ്റ് തന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോക്കും ഓർഡർ ബ്ലോക്കിനകത്ത് ചെന്ന് ഹിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ആ ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിട്ട് അവിടെ അവസാനിക്കാൻ പോവുകയാണ്. വലിയ വോളിയമൊന്നുമില്ല, 49K വോളിയം വന്നിട്ടുള്ളൂ. നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ 1:2 നമ്മളിപ്പോൾ അവസാനിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെ അത് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് കണ്ടേക്കാം. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ താഴത്തേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലായിട്ട് അവസാനിക്കാനുള്ള സാധ്യതയും ഉണ്ട് തിയറിറ്റിക്കലി.
സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ഇത് വീണ്ടും ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ടാർഗറ്റ് ഉറപ്പായിട്ടും ഹിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇനി വോളിയം കൂടുതൽ വരാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ റെഡ് ക്യാൻഡലിന് മുകളിൽ അറ്റ്ലീസ്റ്റ് അവിടെ വരെ എത്തുമ്പോഴായിരിക്കാം. 336, 35. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡോമും കൂടെ നോക്കിയേക്കാം. 336, 35 25,000 വോളിയം, ഹ്യൂജ് വോളിയം അവിടെ ഉണ്ട്. ബൈയിങ് സൈഡ് ആണെങ്കിൽ ഹ്യൂജ് വോളിയം ഉള്ളത് 20,000 ഉള്ളത് 335, 45 നമ്മളിവിടെ ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നതും 335, 45 എന്തായാലും കുറച്ച് സമയം കൂടെ ഒരു തീരുമാനമാകാൻ വേണ്ടി വരും തോന്നുന്നു. നമുക്കൊന്ന് പോസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വോളിയം കയറി വരുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ഡേ ഹൈയും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വെച്ച ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റിയേക്കും. നിഫ്റ്റി 50 അറ്റ് ദ സെയിം ടൈം അത് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യുവാണ്. ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. സോ ദാറ്റ് ഒരു നല്ല മൂവ് നമ്മുടെ സ്റ്റോക്കിലും ഒരുപക്ഷെ വന്നേക്കാം. ക്യാൻഡിൽ ക്ലോസിങ്ങിലേക്ക് അടുക്കുവാണ്. വലിയ വോളിയൊന്നുമില്ല, പക്ഷേ ഡേ ഹൈയുടെ തൊട്ടടുത്ത് ഉണ്ട്. ഓക്കെ, 70, ഒരു 15 പൈസയുടെയും കൂടെ വ്യത്യാസം. ഓക്കെ, 75, 10 പൈസയുടെ വ്യത്യാസം. നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. നമുക്കിനി ട്രയൽ ആൻഡ് സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ 213 രൂപ, ഏകദേശം 1:3 നമ്മളിന്ന് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ 213 രൂപ രൂപ 40 പൈസയിലാണ് നമുക്കിന്ന്. അപ്പോൾ 1:3 നമ്മൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട് എടുക്കുവാണ്. 1.5% പ്രോഫിറ്റിൽ ഒരു പ്രോഫിറ്റ് ഡേ കൂടെ. ഇവിടെ നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ലാസ്റ്റ് 10 ഡേയ്സിൽ 2 ദിവസമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളൂ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കൂടെ നോക്കുമ്പോൾ 8 പ്രോഫിറ്റ്, ഈ മാസത്തെ 8 പ്രോഫിറ്റും തന്നേക്കുന്ന ഈ ഒരൊറ്റ സ്ട്രാറ്റജിയാണ്. 6 ദിവസം നമുക്ക് ലോസ് ആയിരുന്നു. ഇവിടെ നമുക്ക് 8 പ്രോഫിറ്റും 6 ലോസുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള ഓരോ മാസത്തെയും നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മന്ത് നമുക്ക് 9 പ്രോഫിറ്റും 7 ലോസുമാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ മാസം 9, ആ മാസവും നമ്മൾ പ്രോഫിറ്റിലായിരുന്നു. 9 പ്രോഫിറ്റും 9 ലോസും. പിന്നത്തെ മാസം നമ്മൾ 7 പ്രോഫിറ്റും 14 ലോസും, ആ മാസം നമ്മൾ ലോസിലാണ് അവസാനിച്ചത്. പിന്നത്തെ മാസവും 7 പ്രോഫിറ്റും 14 ലോസും, ആ മാസവും നമ്മൾ ലോസിൽ അവസാനിച്ചു. ഇവിടെ വെച്ച് നമ്മൾ സ്ട്രാറ്റജി മാറ്റിയായിരുന്നു ഓഗസ്റ്റിൽ. അതിനുശേഷം 7 പ്രോഫിറ്റും 12 ലോസും, നെറ്റ് നമ്മൾ ലോസിലാണ് അവസാനിച്ചത്. ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജി, അതായത് നമ്മൾ സ്കാർഫേസ് ട്രേഡറിൻ്റെ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് ഇവിടെ തൊട്ടിട്ടാണ്, സെപ്റ്റംബർ തൊട്ടിട്ടാണ്. ആ മാസം നമുക്ക് കുറച്ചധികം സൈഡ് വേസ് മാർക്കറ്റുകൾ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് ആ ഒരു സ്ട്രാറ്റജിയുടെ എടുത്തു പറയേണ്ട ഒരു ഗുണമാണ്. അതായത് 6 പ്രോഫിറ്റും 8 ലോസും, കുറച്ചധികം ദിവസം ട്രേഡ് ചെയ്തില്ല സൈഡ് വേസ് മാർക്കറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ മാസം നമ്മൾ പ്രോഫിറ്റിലേക്ക് തിരികെ വന്നു. വീണ്ടും അതേ സ്ട്രാറ്റജി തന്നെ
അടുത്ത മാസം 5 പ്രോഫിറ്റും 9 ലോസും. നമ്മൾ 22 രൂപ ജസ്റ്റ് പ്രോഫിറ്റിൽ ബ്രേക്ക് ഇവനിലാണ് നമ്മൾ നിന്നത്. ഈ മാസം വന്നിട്ടാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വരുന്നത് വരെ നമുക്ക് കണ്ടിന്യൂസ് ലോസ് ആയിരുന്നു. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് കയറിയതിന് ശേഷം നമുക്കിപ്പോൾ 8 പ്രോഫിറ്റും മൊത്തത്തിലുള്ള ലോസ് ഈ മാസത്തെ എല്ലാം കൂടെ 6 ലോസും. നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് വരെയുള്ള നമ്മളുടെ ഒരു അവസ്ഥ. നമ്മളിതുവരെ മൊത്തം 137 ദിവസം ട്രേഡ് എടുത്തു. അതിൽ 42% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 58 പ്രോഫിറ്റും 79 ലോസും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഓർഡർ ബ്ലോക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് പല സ്റ്റോക്കുകളിൽ നമ്മൾ കണ്ടു. ഇത് തന്നെ നിങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുറച്ചധികം കഷ്ടപ്പാടുണ്ടായിരിക്കാം, പഠിച്ചെടുക്കുന്നവരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.